ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ബോളിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും കഥയിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ബുൽമയും ഗോക്കും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോക്കുവിന് വിശക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കുറച്ച് ദൂരം പോയതിനു ശേഷം ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുൽമ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒയിപ്പോയി ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അവൻ ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ചുറ്റും നോക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട് തന്നെ കാണുന്നത്. അപ്പോൾ ബുൽമ അവനോട് ചോദിക്കുന്നുണ്ട്, നീ കുളിക്കുന്നില്ലേ? അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, കുളിയെന്ന് വെച്ചാൽ എന്താണ്? കുളി എന്താന്ന് പോലും നിനക്ക് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുൽമ ഗോകുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബുൽമ ഗോകുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വാലൂരി വെക്കാൻ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആ വാല് പിടിച്ച് വലിക്കുമ്പോൾ ആ വാല് വരുന്നില്ല. അപ്പം നമ്മുടെ ബുൽമ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അവനൊരു വാലുണ്ട്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, നീ എൻ്റെ വാല് കണ്ട് സർപ്രൈസ് ആയോ? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വാലൊന്നുമില്ലേ? ബോയ്സിനുണ്ടല്ലോ. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, എന്ത് ബോയ്സിന് വാലുണ്ടെന്നോ? പക്ഷെ എനിക്കിതറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചത് അവർക്ക് ഫ്രണ്ടിൽ മാത്രമേ വാലുള്ളൂ എന്നാ. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ മുത്തശ്ശന് വാലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഒരു സാധാരണ മനുഷ്യന് വാലുണ്ടാക്കില്ല. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനൊരു വിയേഡായ മനുഷ്യനായിരുന്നു. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, നിൻ്റെ മുത്തശ്ശനല്ലടാ, നീയാ ശരിക്കും വിയേഡ്. അതിനുശേഷം ബുൽമ കുളിക്കാൻ പോകുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഗോക്കു വരുന്നുണ്ട്. അപ്പോൾ ബുൽമ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ? നീ എന്നെ കുളിക്കാൻ സഹായിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ കുളിക്കാൻ സഹായിക്കാം. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, നീ എന്നെ കുളിക്കാൻ സഹായിക്കൊന്നും വേണ്ട, നീ ഇവിടുന്ന് പോയി തന്നാൽ മതി. സോ അവിടെ വെച്ച് നമ്മുടെ ഗോക്കുവിനെ ബുൽമ കുട്ടിയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, ഞാനൊരു കുട്ടിയല്ലല്ലോ, എനിക്ക് 14 വയസ്സുണ്ട്. അപ്പോൾ നമ്മുടെ ബുൽമ പറയുന്നുണ്ട്, 14 വയസ്സോ? പെട്ടെന്ന് തന്നെ അവളുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അവൾ ദേഷ്യപ്പെട്ടോട്ട് പറയുന്നുണ്ട്, എടാ കള്ള ചെക്ക, നീ എന്നേക്കാൾ 2 വയസ്സ് മാത്രം ഇളയതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഗോക്കുവിൻ്റെ മേത്തേക്ക് വലിച്ചെറിയുന്നു. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ക്രിയേച്ചറിനെ കാണിക്കുന്നു. ഈ ക്രിയേച്ചറിൻ്റെ പേര് പിലാഫ് എന്നാണ്. അതിൻ്റെ മുമ്പിൽ ഒരു ഡോഗ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഷൂ എന്നാണ്. അപ്പോൾ പിലാഫ് ഷൂവിനോട് പറയുന്നുണ്ട്, ഇനി അധികം നേരം സമയമില്ല, നമ്മൾ മാത്രമായിരിക്കില്ല ഈ ഡ്രാഗൺ ബോൾസിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നത്, വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടാക്കാം. എന്നിട്ട് പിലാഫ് ആ ഡ്രാഗൺ ബോൾ നോക്കി പറയുന്നുണ്ട്, നോക്കൂ എന്തു മനോഹരമായ തിളക്കം, ഈ തിളക്കം എനിക്ക് സ്വന്തമായിരിക്കും, മറ്റു ഡ്രാഗൺ ബോൾസ് എല്ലാം എൻ്റേത് മാത്രമായിരിക്കും. അപ്പോൾ ഷൂ പറയുന്നുണ്ട്, അതേ പിലാഫ് സമ, അത് നിങ്ങളുടേത് മാത്രമായിരിക്കും. അപ്പോൾ പിലാഫ് ചൂടായിട്ട് പറയുന്നുണ്ട്, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ചില ദുഷ്ടന്മാർ ഈ ലോകാധിപത്യം നേടാൻ ശ്രമിക്കും. അപ്പോൾ ഷൂ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളും ലോകാധിപത്യം നേടാനല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിലാഫ് അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നുണ്ട്, എന്നെപ്പോലെ ദയാലുവായ ഒരാൾ ഈ ലോകം കീഴടക്കുകയാണെങ്കിൽ അത് ഈ ലോകത്തിൻ്റെയും അതിലെ ആളുകളുടെയും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ലോകാധിപത്യം നേടുന്നത് മുതൽ ഈ ലോകം ശുദ്ധീകരിക്കപ്പെടും, അതിലുപരി ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നു. സോ ഈ സമയത്ത് അവിടേക്കൊരു പെൺകുട്ടി വരുന്നു. ഇവളുടെ പേരാണ് മായി. അപ്പോൾ മായിയോട് പിലാഫ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, നീ വല്ല ഡ്രാഗൺ ബോൾസും കണ്ടെത്തിയോ? അപ്പോൾ മായി പറയുന്നുണ്ട്, ഇല്ല, പക്ഷെ എനിക്ക് കുറച്ച് ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ വടക്കു ഭാഗത്തായി രൂപദാനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഇതൊരു ഭയാനകമായ താഴ്വരയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പോയ ഒരാളും ഇതുവരെ ജീവനോടെ തിരിച്ചെത്തിയിട്ടില്ല. രാത്രിയാകുമ്പോൾ ആ പ്രദേശത്ത് ഒരു വിചിത്രമായ വെളിച്ചം കാണാറുണ്ട്. ഇതൊക്കെ കേട്ടതിന് ശേഷം പിലാഫ് പറയുന്നുണ്ട്, എന്തോ ചീഞ്ഞു മാറുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ആ സ്ഥലം വരെ ഒന്ന് പോയിട്ട് വാ, ഒരാളും ഡ്രാഗൺ ബോൾ കണ്ടെത്താതെ തിരിച്ചു വരരുത്. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോക്കും ബുൽമയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗോക്കുവിന് ആ ഫുഡുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഇതിനെക്കാട്ടി നല്ല ഫുഡ് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവൻ കാട്ടിലൂടെ ഫുഡ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു പ്ലെയിന് മുകളിലൂടെ പോകുന്നത് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അവനതൊരു പക്ഷിയാണെന്ന് തെറ്റിയിരിക്കുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മായും ഷൂയും രൂപദാനി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അവർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ഫുൾ അസ്ഥിക്കുടങ്ങളാണ്. അത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നൊരു ചുവപ്പ് പ്രകാശം വരുന്നുണ്ട്. അത് കണ്ട് മായി പറയുന്നുണ്ട്, അത് ഡ്രാഗൺ ബോൾസ് ആയിരിക്കും, വാ നമുക്ക് പോയി നോക്കാം. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഗോക്കു ചാടി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് ഈ പക്ഷി ആദ്യം കണ്ടെത്തിയത്, ഇതിനെ നിങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കരുത്. സോ ഇവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നമ്മുടെ മായും ഷൂയും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് കുറെ ചുവപ്പ് വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. ഇത് വേറൊന്നുമല്ല, കുറെ കുറുക്കന്മാരായിരുന്നു. സോ ഈ രൂപദാനിയിൽ കാണാറുണ്ടായിരുന്ന ചുവപ്പ് വെളിച്ചം ഈ കുറുക്കന്മാരുടേതായിരുന്നു. ഈ കുറുക്കന്മാരെ കണ്ടപ്പോൾ നമ്മുടെ മായും ഷൂയും പേടിക്കുന്നുണ്ട്. നമ്മുടെ ഗോക്കു ആണെങ്കിൽ അവന് ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ആ കുറുക്കന്മാരായിട്ട് നമ്മുടെ ഗോക്കു ഫൈറ്റ് ചെയ്യുന്നു. ഈ തക്കം നോക്കിയിട്ട് നമ്മുടെ മായും ഷൂയും അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. സോ അവർ പോകുന്ന കണ്ടിട്ട് നമ്മുടെ ഗോക്കു പറയുന്നുണ്ട്, എൻ്റെ ഫുഡ് കൊണ്ട് പോകുന്നു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്നിട്ട് അവൻ്റെ വടി എടുത്തുകൊണ്ട് ആ വടി വലുതാവാനുള്ള മന്ത്രമായ എക്സ്റ്റെൻഡ് നോയിബു എന്ന മന്ത്രം ചൊല്ലുന്നു. അപ്പോൾ ആ വടി വലുതാവുന്നു. എന്നിട്ട് ആ വടി ഉപയോഗിച്ചുകൊണ്ട് ആ പ്ലെയിനിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ പ്ലെയിന് തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് ആ പ്ലെയിൻ പരിശോധിച്ചപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അതൊരു പക്ഷിയല്ല എന്ന കാര്യം. നമ്മുടെ മായും അതുപോലെ ഷൂയും അവിടെയുള്ള ഒരു മരത്തിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം അവന് കിട്ടിയ ഫുഡുമായിട്ട് അവൻ ബുൽമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, എനിക്കൊരു പഴുതാരയും അതുപോലെ ഒരു കുറുക്കനെയും കിട്ടി. സോ ഈ കുറുക്കനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബുൽമ പേടിച്ചുകൊണ്ട് കഥ കഴിക്കുന്നു. അപ്പം നമ്മുടെ ഗോക്കു ആ ഫുഡൊക്കെ പുറത്തിരുന്ന് കഴിക്കുന്നു.
അതിനുശേഷം നമ്മുടെ ഗോക്കും ബുൽമയും കിടന്നുറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോക്കു അവിടുത്തെ ബെഡിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരാളുടെ ഒപ്പം കിടന്നുറങ്ങാൻ പോകുന്നത്. അത് കേട്ടിട്ട് ബുൽമ പറയുന്നുണ്ട്, അയ്യടാ നീ എൻ്റെ ഒപ്പം ഒന്നും എന്തായാലും കിടക്കാൻ പോകുന്നില്ല, നീ ഇവിടെ ഈ നിലത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനൊരു ബ്ലാങ്കറ്റും കൊടുക്കുന്നു. അപ്പോൾ ഗോക്കു ചോദിക്കുന്നുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണോ കിടക്കുന്നത്? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, പിന്നല്ലാണ്ട് നിനക്ക് 14 വയസ്സാണ്, നിൻ്റെ ഒപ്പം എനിക്ക് സേഫായിട്ട് കിടക്കാൻ പറ്റില്ല, നീ എന്തെങ്കിലും എന്നെ ചെയ്യുകയാണെങ്കിൽ സത്യമായിട്ട് ഞാൻ നിലവിളിക്കും. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, എനിക്കെൻ്റെ മുത്തച്ഛൻ്റെ മടി കിടന്നുറങ്ങാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ബുൽമ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എടാ കുട്ടാ നിൻ്റെ പ്ലാനിങ് എന്താണ്? നീ എൻ്റെ മടി കിടന്നുറങ്ങാനാണ് ചിന്തിക്കുന്നത്, അതൊന്നും നടക്കില്ലടാ. അതിനുശേഷം നമ്മുടെ ബുൽമ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോക്കുനോട് ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ മുത്തച്ഛനോടൊപ്പമാണല്ലേ താമസിക്കുന്നത്, അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചോ? അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എന്നെ ഒരു മലയിൽ ഉപേക്ഷിച്ചു. അതിനുശേഷം എൻ്റെ മുത്തച്ഛനെ കണ്ടെത്തി, എൻ്റെ മുത്തച്ഛനാണ് എന്നെ വളർത്തിയത്. നിനക്ക് വാലുള്ളതുകൊണ്ടായിരിക്കും അവർ നിന്നെ ഉപേക്ഷിച്ചത്. നിനക്ക് ഇത്ര വിഷമകരമായ പാസ്റ്റ് ഉണ്ടായിട്ടും നീ വളരെ സന്തോഷവാനാണല്ലോ എന്ന് നമ്മുടെ ബുൽമ പറയുന്നുണ്ട്. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്യുന്നു. ഇപ്പം രാവിലെ ആയിരിക്കുന്നു. നമ്മുടെ ബുൽമ ഗോക്കുനോട് കോഫി വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, എനിക്ക് ആ സാധനം വേണ്ട, ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് വരാം. സോ ഇവൻ്റെ എക്സസൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തുള്ള വല്ലാത്തൊരു കല്ലെടുക്കുന്നു, എന്നിട്ട് അവൻ അത് അവൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം അവനൊരു കല്ലാണെന്ന് വിചാരിച്ചിട്ട് ഒരു ആമയെ പൊക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ആമ പറയുന്നുണ്ട്, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സോ ഇവരുടെ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ബുൽമ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ആമയെ കണ്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊരു കടലാമയല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ ആ ആമ പറയുന്നുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് കുറച്ച് ഉപ്പുവെള്ളം തരുമോ? അപ്പോൾ നമ്മുടെ ബുൽമ ആ ആമയ്ക്ക് ഉപ്പുവെള്ളം കൊടുക്കുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം ആമ പറയുന്നുണ്ട്, നന്ദി, എനിക്കിപ്പോൾ ജീവൻ വെച്ചതുപോലെ തോന്നുന്നു. സത്യം എന്തെന്നാൽ ഞാനൊരു കടലാമയാണ്. ഞാൻ മഷ്റൂം ശേഖരിക്കാൻ വേണ്ടി കടലിൽ നിന്ന് ഒരുപാട് ദൂരം പോയി. എൻ്റെ കൂടെ ഉള്ളവരിൽ നിന്നെല്ലാം ഞാൻ വഴിതെറ്റി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കടലിനന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ കടലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ തെക്കാണ് കടൽ. അപ്പോൾ നമ്മുടെ ഗോക്കു ചോദിക്കുന്നുണ്ട്, ഈ കടലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, കടലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഗോക്കു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കടലിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കാം. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, നീ എന്താടാ പറയുന്നത്? അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് നീ എനിക്ക് കടൽ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഡ്രാഗൺ ബോൾസ് കണ്ടെത്താനാണ്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, എന്നാൽ ഈ ആമയെ ഞാൻ ഒറ്റയ്ക്ക് കടലിലാക്കിക്കൊണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ ഒരു വട്ടം പോയാൽ പിന്നീട് ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടില്ല. അപ്പം നമ്മുടെ ഗോക്കു അതൊന്നും കേൾക്കാതെ ആ ആമയെ അവൻ്റെ തോളി ഇരുത്തിയിട്ട് അവൻ പോകുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, എടാ പൊട്ടാ മണ്ട, ഇനി നീ ഒരിക്കലും തിരിച്ചു വരണ്ട. അവൻ ആരാന്നാണ് അവൻ്റെ വിചാരം? ഞാനിപ്പോഴാണ് ചിന്തിക്കുന്നത്, അവൻ്റെ കയ്യിലൊരു ഡ്രാഗൺ ബോൾ ഉണ്ടായിരുന്നല്ലേ. അതിനുശേഷം ബുൽമ അവളുടെ ബൈക്ക് എടുത്തുകൊണ്ട് ഗോക്കുവിനെ പിന്തുടരുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എടാ നിൽക്ക്, നിനക്കെൻ്റെ സഹായം വേണ്ടി വരും, ഞാനും നിൻ്റെ ഒപ്പം വരാം. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത്? നീ ഒറ്റയ്ക്കിരുന്ന് പേടിച്ചു പോയല്ലേ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, മണ്ടത്തരം പറയരുത്, എനിക്ക് നിൻ്റെ ഡ്രാഗൺ ബോൾ വേണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നത്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് കഴിയുന്നു. സോ ഇനി നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഡ്രാഗൺ ബോൾ സീരീസിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കുറേ ഫണ്ണി സീൻസും അതുപോലെ 80+ കോമഡീസും ഉണ്ട്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യണോ അതോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ സീസൺ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും. സോ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.